നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് വൈകാശി വിശാഖവും പൗർണമി തിഥിയും ഒരുമിച്ച് വരുന്ന ഈ പുണ്യദിനത്തിൽ അമ്മമാരെ, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി മുരുക ഭഗവാനെ പ്രാർത്ഥിക്കുവാൻ ഇതിലും വിശേഷപ്പെട്ട മറ്റൊരു ദിവസം ഇനി ലഭിക്കില്ല. കാരണം ആഗ്രഹിക്കുന്നതെന്തും സാധിച്ചു കിട്ടാനും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അതിവിശേഷപ്പെട്ട ഒരു ദിവസമാണിത്. വൈകാശി വിശാഖവും പൗർണമി തിഥിയും ചേർന്ന് വരുന്ന ഈ അത്യപൂർവ ദിവസം മുരുക ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ ആത്മവിശ്വാസവും മനഃശാന്തിയും വർദ്ധിക്കുന്നതാണ്. മാത്രമല്ല, ജീവിതത്തിലെ തടസ്സങ്ങൾ മാറിക്കിട്ടാനുള്ള കരുത്ത് നൽകുവാനും ഈ ഒരു ദിവസത്തിലെ പ്രാർത്ഥന നിങ്ങളെ സഹായിക്കുന്നതാണ്. പ്രിയ ഭക്തജനങ്ങളെ, ഒരമ്മയുടെ മനസ്സിൽ എപ്പോഴും മക്കളെക്കുറിച്ചുള്ള ചിന്തകളാണ്. അവരുടെ ആരോഗ്യം, പഠനം, ജോലി, വിവാഹം, ജീവിത വിജയം തുടങ്ങിയ എല്ലാത്തിനും വേണ്ടി അമ്മമാർ ഈശ്വരനോട് പ്രാർത്ഥിക്കാറുണ്ട്. അത്തരത്തിൽ മുരുക ഭഗവാനെ പ്രാർത്ഥിക്കുവാൻ ഏറ്റവും വിശേഷപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന് വരുന്ന ഈ വൈകാശി വിശാഖം. ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ചാൽ മക്കളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. മുരുകൻ ജ്ഞാനത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും വിജയത്തിൻ്റെയും ദേവനാണ്. അതുകൊണ്ട് തന്നെ മക്കളുടെ നല്ല ഭാവിക്കായി മുരുകനെ പ്രാർത്ഥിക്കുന്നത് വളരെ ശ്രേഷ്ഠമായി കരുതപ്പെടുന്നു. ഇനി അമ്മമാർ പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം നിങ്ങളുടെ മനസ്സിനെ തന്നെ ഒന്ന് ശാന്തമാക്കണം. വീട്ടിലെ പൂജാമുറിയിലോ സമീപത്തെ മുരുക ക്ഷേത്രത്തിലോ ഇരുന്ന് ഭക്തിയോടുകൂടി ഭഗവാനെ പ്രാർത്ഥിക്കാവുന്നതാണ്. ഇനി വീട്ടിലാണെങ്കിൽ ഒരു നെയ്വിളക്ക് തെളിയിച്ച് ഭഗവാന്റെ ചിത്രം അല്ലെങ്കിൽ വിഗ്രഹത്തിന് മുന്നിലിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്നതാണ് വളരെ ഉത്തമം. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ആ ഒരു സമയത്ത് മക്കളുടെ പേര് മനസ്സിൽ ഓർക്കുക. അവരുടെ മുഖം മനസ്സിൽ കണ്ടുകൊണ്ട് മുരുകനോട് ഹൃദയം തുറന്ന് സംസാരിക്കുക. ഒരമ്മയുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ടെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ മക്കളുടെ പഠനത്തിൽ പുരോഗതി ഉണ്ടാകാൻ, നല്ല ബുദ്ധിയും വിവേകവും ലഭിക്കുവാൻ, ദുഷ്ടസംഘങ്ങളിൽ നിന്നും തെറ്റായ തീരുമാനങ്ങളിൽ നിന്നും സംരക്ഷണം ലഭിക്കുവാൻ, ആരോഗ്യവും സന്തോഷവും ജീവിത വിജയവും ലഭിക്കുവാൻ, നല്ല വിവാഹം നടക്കുവാൻ, സന്താനഭാഗ്യം ലഭിക്കുവാൻ, അങ്ങനെ നിങ്ങളുടെ മക്കളുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് ഇന്ന് വൈകാശി വിശാഖം ദിവസം എല്ലാ അമ്മമാരും മക്കൾക്ക് വേണ്ടി ഭഗവാനോട് മനസ്സുരുക്കി പ്രാർത്ഥിക്കുക. ഉറപ്പായും നിങ്ങളുടെ ആ പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടാകുന്നതാണ്. ഓം ശരവണ ഭവായ നമഃ എന്ന മന്ത്രം 108 പ്രാവശ്യം ജപിക്കാവുന്നതാണ്. ഈ മന്ത്രം മനസ്സിലെ ഭയങ്ങളും ആശങ്കകളും കുറയ്ക്കുകയും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ഓം ശരവണ ഭവ, ദേവസേനാപതിയായ മുരുക, എൻ്റെ മക്കൾക്ക് നല്ല ആരോഗ്യം നൽകണമേ, നല്ല ബുദ്ധിയും വിവേകവും നൽകണമേ, ദുഷ്ടസംഘങ്ങളിൽ നിന്നും തെറ്റായ വഴികളിൽ നിന്നും അവരെ കാത്തു രക്ഷിക്കണമേ, പഠനത്തിലും ജോലിയിലും ജീവിതത്തിലെ എല്ലാ നല്ല കാര്യങ്ങളിലും വിജയിക്കുവാൻ അനുഗ്രഹിക്കണമേ, അവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറയട്ടെ, എല്ലാ ദോഷങ്ങളിൽ നിന്നും അവരെ കാത്ത് രക്ഷിക്കണമേ. ഓം ശരവണ ഭവ ഇങ്ങനെയും പ്രാർത്ഥിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ഇന്ന് വൈകാശി വിശാഖം ദിവസം ഈ പ്രാർത്ഥന ചെയ്യുന്നത് വളരെ വിശേഷമാണ്. കഴിയുമെങ്കിൽ ഇന്ന് ക്ഷേത്ര ദർശനം നടത്തി ചുവന്ന പൂക്കൾ ഭഗവാന് സമർപ്പിക്കുകയോ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന ചെറിയ വഴിപാടുകൾ നടത്തുകയും ചെയ്യുന്നത് അതിവിശേഷമാണ്. മുരുക ഭഗവാന്റെ കയ്യിലുള്ള വേൽ അജ്ഞാനത്തെയും തടസ്സങ്ങളെയും നശിപ്പിക്കുന്നതിൻ്റെ പ്രതീകമാണ്. അതുകൊണ്ട് മക്കളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറാനും നല്ല അവസരങ്ങൾ ലഭിക്കാനും വേണ്ടി വേലിനെ ധ്യാനിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇനി ഏതൊരു പ്രാർത്ഥനയാണെങ്കിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിശ്വാസമാണ്. എത്ര വലിയ പ്രശ്നം ഉണ്ടെങ്കിലും മുരുക ഭഗവാൻ കൂടെയുണ്ട്
എന്ന ഉറച്ച വിശ്വാസത്തോടെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഫലം എപ്പോൾ ലഭിക്കുമെന്ന് ചിന്തിക്കാതെ ഭക്തിയോടെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. പല അമ്മമാരും അനുഭവമായി പറയുന്നത്, മുരുക ഭഗവാനെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച ശേഷം മക്കളുടെ ജീവിതത്തിൽ വളരെ നല്ല മാറ്റങ്ങൾ കണ്ടുവെന്നാണ്. പഠനത്തിൽ ശ്രദ്ധ വർദ്ധിക്കുക, ആരോഗ്യ പ്രശ്നങ്ങൾ കുറയുക, നല്ല അവസരങ്ങൾ ലഭിക്കുക തുടങ്ങിയ അനുഗ്രഹങ്ങൾ ഒട്ടേറെ പേർക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ പ്രാർത്ഥനയോടൊപ്പം മക്കൾക്ക് നല്ല മൂല്യങ്ങളും സ്നേഹവും പിന്തുണയും നൽകേണ്ടതും മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. ദൈവാനുഗ്രഹവും നല്ല പരിശ്രമവും ഒന്നിച്ചു വരുമ്പോഴാണ് ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാകുന്നത്. ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട ദീപങ്ങളിൽ ഒന്നാണ് നെയ്ദീപം. അതുകൊണ്ട് തന്നെ ഇന്ന് സന്ധ്യയ്ക്ക് വിളക്ക് വയ്ക്കുമ്പോൾ സാധിക്കുന്നവർ 6 നെയ്ദീപം കൊളുത്തി വയ്ക്കുന്നത് അതിവിശേഷമാണ്. ഇനി 6 മൺവിളക്കെടുത്ത് അതിൽ നെയ്യൊഴിച്ച് ദീപം കൊളുത്തുവാൻ സാധിക്കാത്തവർ ഒരു വലിയ മൺവിളക്കെടുത്ത് അതിൽ 6 തിരിയിട്ട് നിങ്ങൾക്ക് ദീപം തെളിയിക്കാവുന്നതാണ്. ജ്ഞാനത്തിൻ്റെ പ്രകാശം പോലെ ജീവിതത്തിലെ അജ്ഞാനവും തടസ്സങ്ങളും നീങ്ങട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് നെയ്ദീപം തെളിയിക്കുന്നത്. ഇനി സ്ത്രീ പുരുഷ ഭേദമന്യേ നിങ്ങളുടെ ഏതൊരാഗ്രഹവും സാധിച്ചു കിട്ടാനും, കൂടാതെ പ്രിയ അമ്മമാരെ, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾക്ക് എന്തു പ്രാർത്ഥനയാണോ ഉള്ളത് അത് എത്രയും പെട്ടെന്ന് സാധിച്ചു കിട്ടുവാനും ഇന്ന് വൈകാശി വിശാഖവും പൗർണമി തിഥിയും കൂടി ചേർന്ന് വരുന്ന ഇന്ന് സന്ധ്യയ്ക്ക് വിളക്ക് വയ്ക്കുമ്പോൾ ചൊല്ലേണ്ട ഒരത്ഭുത മന്ത്രത്തെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ചന്ദ്രൻ മനോകാരകനാണ്. അതുകൊണ്ട് തന്നെ പൗർണമി തിഥി കൂടി ചേർന്ന് വരുന്ന ഇന്ന് സന്ധ്യയ്ക്ക് ആ തെളിഞ്ഞ മനസ്സോടുകൂടി മുരുകനെ ധ്യാനിച്ച് ഭഗവാനോട് എന്തു പ്രാർത്ഥനയാണോ നിങ്ങൾക്കുള്ളത് അത് 100% നടക്കുന്നതാണ്. ഈ ഒരു മന്ത്രം ചൊല്ലുന്നതിന് മുൻപായി ഇന്ന് വൈകിട്ട് നിങ്ങളുടെ പൂജാമുറിയിൽ ഭഗവാന്റെ ഫോട്ടോ നന്നായി തുടച്ച് വൃത്തിയാക്കി അതിൽ ചന്ദനവും കുങ്കുമവും കൊണ്ട് പൊട്ട് വയ്ക്കുക. ഇനി നിങ്ങളുടെ വീട്ടിൽ ചുവന്ന പൂക്കൾ ഉണ്ടെങ്കിൽ, തെച്ചിയോ ചെമ്പരത്തിയോ ചുവന്ന അരളിയോ ഉണ്ടെങ്കിൽ ആ പൂക്കൾ പറിച്ചൊരു ചെറിയ മാല കെട്ടി ഭഗവാന്റെ ഫോട്ടോയിൽ ചാർത്തുക. ഇനി നെയ്യൊഴിച്ച് ദീപം കൊളുത്തുവാൻ സാധിക്കുന്ന എല്ലാവരും ഇന്ന് നെയ്ദീപം തന്നെ കൊളുത്തുവാൻ ശ്രദ്ധിക്കുക. അല്ലാത്തവർക്ക് നല്ലെണ്ണ ദീപം കൊളുത്തുക. ഒരു തട്ടത്തിൽ 6 മൺവിളക്ക് വെച്ച് അതിൽ നെയ്യൊഴിച്ച് ആ ദീപത്തിന് ചുറ്റും പൂക്കൾ കൊണ്ട് അലങ്കരിച്ചാണ് ദീപം കൊളുത്തേണ്ടത്. ഇനി ദീപം കൊളുത്തിയതിന് ശേഷം ഭഗവാന്റെ ജന്മദിനമായ ഇന്ന് എന്തെങ്കിലും ഒന്ന് ഭഗവാന് നിവേദ്യമായി സമർപ്പിക്കുക. 1 ഗ്ലാസ് പാലിൽ തേനോ അല്ലെങ്കിൽ പഞ്ചസാരയോ കലർത്തി അത് സമർപ്പിക്കാവുന്നതാണ്. ഇനി ഒരുപാട് വിഭവങ്ങളോ അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങളോ ഭഗവാന് വേണ്ടി സമർപ്പിക്കാൻ ഒന്നുമില്ല എന്ന് കരുതി വിഷമിക്കേണ്ട. 1 സ്പൂൺ പഞ്ചസാര ഭക്തിയോടുകൂടി ഭഗവാന് നിവേദ്യമായി സമർപ്പിച്ചാൽ മാത്രം മതി. പിന്നീട് നിങ്ങളുടേതായ ആഗ്രഹത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ആ ആഗ്രഹം എന്താണെന്ന് വ്യക്തമായി ഭഗവാനോട് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഇനി അതല്ല, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയാണെങ്കിൽ മക്കളുടെ പേര് പറഞ്ഞ് നിങ്ങളുടെ മക്കളുടെ മുഖം ഓർത്ത് ഏതാഗ്രഹമാണോ ഭഗവാനോട് പറയാനുള്ളത് അത് പറഞ്ഞ് തന്നെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ആ ആഗ്രഹം പറഞ്ഞതിന് ശേഷം ഇനി പറയുന്ന മന്ത്രം 6 തവണ ചൊല്ലുക. ഓം ശ്രൂം സ്കന്ധായ നമഃ. ഓം ശ്രൂം സ്കന്ധായ നമഃ. ഓം ശ്രൂം സ്കന്ധായ നമഃ. 6 തവണ ഈ മന്ത്രം ചൊല്ലിയതിന് ശേഷവും 1 തവണ കൂടി നിങ്ങളുടെ ആ ആഗ്രഹം പറഞ്ഞ് ഭഗവാനോട് മനസ്സുരുക്കി പ്രാർത്ഥിക്കുക. പ്രിയ ഭക്തജനങ്ങളെ, അമ്മമാരെ, ഇന്ന് വൈകാശി വിശാഖം ദിവസം ഭഗവാനോട് മനസ്സുരുക്കി പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ആ ആഗ്രഹം ഉറപ്പായും ഭഗവാൻ സാധിച്ചു നൽകുന്നതാണ്. ഇന്നത്തെ ഈ ദിവസം ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക. പ്രാർത്ഥനയുടെ ശക്തി അത് മന്ത്രങ്ങളുടെ എണ്ണത്തിലല്ല, മറിച്ച് ഹൃദയത്തിലെ ഭക്തിയിലും വിശ്വാസത്തിലുമാണ്. അതുകൊണ്ട് തന്നെ ഈ വൈകാശി വിശാഖ ദിനത്തിൽ മുരുക ഭഗവാന്റെ കൃപ എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിറയ്ക്കട്ടെ എന്ന്
ഭഗവാനോട് മനസ്സുരുക്കി പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടുതൽ ഭക്തിപരമായ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.